ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1 കൊറിന്ത്യർ 26 വചനം പങ്കുവയ്ക്കാൻ പോകുന്നത്, ദൈവസന്നിധിയിൽ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് വിട്ട ചില പദ്ധതികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. മനുഷ്യനിൽ ബുദ്ധിമാന്മാരില്ല എന്നും അമിതമായ കഴിവുള്ളവരില്ല എന്നുമാണ് ഈ വചനം പറയുന്നത്. ദൈവസന്നിധിയിൽ മനുഷ്യൻ ദൈവത്തിന് വില പറയുന്ന ഒരു അവസ്ഥ ഭൂമിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പല പദ്ധതികളും ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യം തരുന്നതുമാണ് ഈ വചനം. പല ആൾക്കാരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ ജീവിക്കാൻ അനുവദിച്ചു, എന്നാൽ പിന്നെ അവന് ദുരന്തങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും ഒക്കെ തരേണ്ട കാര്യമുണ്ടോ? അവനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നവരുണ്ട്. ദൈവം എന്നൊരു ശക്തി ഉണ്ട് എങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള തകർച്ചകൾ ഉണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്, കൊച്ചു കുട്ടികൾ പോലും വളരെയധികം വലിയ വലിയ മാരക രോഗങ്ങൾക്ക് അടിമയായി പോകുന്നത്, മരണങ്ങൾ കടന്നു വരുന്നത് എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കാറുണ്ട്, പറയാറുമുണ്ട്. അതാണ് പറയണത്, വലിയ ബുദ്ധിമാന്മാരാണെന്ന് ചിന്തിക്കുന്ന നമ്മളിൽ അങ്ങനെ ബുദ്ധിയൊന്നും ഇല്ല എന്ന്. മനുഷ്യനിൽ അത്ര വലിയ ബുദ്ധിയോ കഴിവുകളോ ഒന്നും ഇല്ല. ലോകശക്തിയിലും ലോകത്തിൻ്റെ ചിന്തകളിലും ജീവിക്കുന്ന മനുഷ്യനിൽ അത്രയ്ക്കുള്ള കഴിവുകളോ ശക്തികളോ ഇല്ല എന്നാണ് ഈ വചനം ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയും, വിജയമുണ്ടെങ്കിൽ പരാജയവും, നന്മ കടന്നു വരുന്നുണ്ടെങ്കിൽ നാശവും ഒക്കെ കടന്നു വരുന്നു ജീവിതത്തിൽ എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഇഷ്ടത്തിൽ അഹങ്കരിച്ച് വലിയ സാമ്പത്തികവും നിലനിൽപ്പും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ സ്വയം നമ്മളെ ഒന്ന് ചിന്തിക്കുക. നമ്മളെ പിടിച്ചു കെട്ടാൻ ആരുണ്ട്? നമ്മളെ നിയന്ത്രിക്കാൻ ആരുണ്ട്? നമ്മളെ ഈ ലോകത്തിൽ നിലനിർത്താൻ വേറെ ആരുടെയും ശക്തി ആവശ്യമില്ല. നമ്മുടെ കഴിവും ആരോഗ്യവും സമ്പത്തും ഒക്കെ നമുക്ക് മതി എന്ന് മനുഷ്യൻ സ്വയം അഹങ്കരിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഇപ്പോഴേ ഓർക്കണം. ഇത്രയും ദുരന്തങ്ങളും നാശങ്ങളും മരണങ്ങളും രോഗങ്ങളും ഒക്കെ കിടന്നു വന്നിട്ട് പോലും അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവരായി പോകുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ ഇടയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയും ഇങ്ങനെയുള്ള രോഗങ്ങളും മരണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കാണുമ്പോഴും എല്ലാ മനുഷ്യരും അത് ശ്രദ്ധിക്കുമ്പോഴും അവരിൽ ആ ഒരു സെക്കൻഡിലേക്ക് മാത്രം ആ ചിന്ത കടന്നു വരികയും പിന്നീട് അവർ ലോകത്തിൻ്റെ ലൗകികരായി മാറുകയും ലോക ഇഷ്ടങ്ങളിൽ വില കൊടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന എന്തോരം ജനത നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് എന്നാ പറ്റാനാ, ഞാൻ എല്ലാ കാര്യത്തിലും സുരക്ഷിതനാണ്, ഞാൻ സുഖമായി കഴിയുന്നു, എനിക്ക് അങ്ങനെയൊന്നും വരില്ല, ഞാൻ കറക്റ്റായി ചെക്കപ്പ് നടത്തുന്നുണ്ട്, ഞാൻ എല്ലാത്തിനെക്കുറിച്ചും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന എന്തോരം ആൾക്കാരെ നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പം ബുദ്ധിശൂന്യരായ മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്ന് ഈ 1 കൊറിന്ത്യർ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുന്ന ക്രിസ്ത്യാനിക്ക് പോലും ഇതിനെക്കുറിച്ച് സ്വയം ഒരു തിരിച്ചറിവ്, ഈ വചനമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വചനത്തിൻ്റെ കണ്ടന്റ് എന്താണ് ദൈവം അതിൽ ആഗ്രഹിക്കുന്നത്, എന്താണ് മനുഷ്യന് ഇവിടെ നന്മയുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ തിന്മ കടന്നു വരുന്നത്, എന്താണ് മനുഷ്യന് വിജയമുണ്ടെങ്കിലും പരാജയം കടന്നു വരുന്നത്, എന്താണ് മനുഷ്യൻ സ്വതന്ത്രനായി നല്ല സർവ്വസമ്പത്തോടുകൂടി ജീവിക്കുമ്പോഴും അവനിലേക്ക് ഒരു സൈഡിൽ കൂടെ നാശം കടന്നു വരുന്നതെന്നൊക്കെ ഈ വചനം നല്ല വ്യക്തമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കാനും ദൈവത്തെയും സൃഷ്ടാവായ ദൈവത്തെ ഭൂമിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും താൽക്കാലികവും ക്ഷണികവുമായ ഒരു സംവിധാനമാണ് ഭൂമി എന്ന ബോധ്യം മനുഷ്യനിൽ വരുത്തുവാനും ഒക്കെയാണ് ദൈവം ഇങ്ങനെയുള്ള പദ്ധതികൾ ഭൂമിയിൽ സംജാതമാക്കിയിരിക്കുന്നത്. ബൈബിളിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് നമ്മൾ ജീവിക്കാൻ വന്ന ഒരിടമാണ് ഭൂമി, ഇവിടെ നമ്മൾ സ്ഥിരവാസികളല്ല, നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുന്നവരാണ്, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചെത്തപ്പെടേണ്ടവരാണ് എന്ന വ്യക്തത നമുക്ക് തന്നിട്ടുണ്ട്. ഈ വ്യക്തത നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് പലപ്പോഴും ഭൂമിയിൽ എന്തുകൊണ്ട് ദുഃഖങ്ങൾ വരുന്നു, തകർച്ച വരുന്നു, രോഗങ്ങൾ വരുന്നു എന്നൊക്കെ നമ്മളെ കൊണ്ട് പറയിക്കുവാൻ കാരണമാകുന്നു. കാരണം നമ്മളിൽ തന്നെ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ദൈവിക സാന്നിധ്യത്തിന് മനുഷ്യൻ വില കൽപ്പിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഈ വചനം പറയുന്നത്. ദൈവസന്നിധിയിൽ അഹങ്കരിക്കാൻ ഒരു മനുഷ്യനും അർഹതയില്ല എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സംവിധാനം കൂടി ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താവും, മനുഷ്യൻ്റെ അവസ്ഥ എന്താവും? ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന നമ്മൾ പോലും എങ്ങനെയായിരിക്കും ഇങ്ങനൊരു അവസ്ഥ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന വില, പരിഗണന എല്ലാം എന്ന് ചിന്തിക്കുക. അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന ഒത്തിരി ജനതകൾ കാണാം, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ കാണാം, ദൈവിക പദ്ധതിയല്ല ഇത് മാനുഷിക പദ്ധതിയാണെന്ന് ചിന്തിക്കുന്നവർ കാണാം, ഭൂമി സയൻസിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടുവന്ന് പറയുന്നവർ കാണാം. ഇവരോടെല്ലാം
വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ഇവർക്കാർക്കും സ്വന്തമായിട്ടൊന്നും ഈ ലോകത്ത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഏത് കാര്യം ഇവർ പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പോരായ്മ അവിടെ കാണും, ഇല്ലേ? ഇന്ന് നമ്മൾ ശാസ്ത്ര ലോകത്തിൽ എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഓർക്കുക, സങ്കീർണമായ പല രോഗത്തിനും നമ്മൾ മരുന്നുകൾ കണ്ടെത്തുന്നു. പക്ഷെ മനുഷ്യന്റെ ജീവൻ ഈ ഭൂമിയിൽ നിലനിർത്തുവാൻ തക്കവണ്ണമായ ഒരു പദ്ധതികളും ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തുമെന്ന് പറയുന്നു, അത് അതിൻ്റെ വഴിക്ക് വിടുക. പക്ഷെ ഇന്നുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. മനുഷ്യന് ദൈവം കൊടുത്ത ബുദ്ധിയിൽ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം തൽക്കാലത്തേക്ക് ദൈവത്തിൻ്റെ പരിവർത്തനങ്ങളും ശക്തികളും വെളിപ്പെടുന്നതായ പദ്ധതിക്കപ്പുറം മനുഷ്യന് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള വ്യക്തത തന്നെയാണ് തരുന്നത്. കാരണം അതാണ് ഈ വചനം പറയുന്നത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന മാതിരി, നന്മയുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തിന്മയുണ്ട്, ഉയർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നാശമുണ്ട്, തകർച്ച വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വിജയം വരുന്നുണ്ട്. കാരണം ഇതിനെ ദൈവം ഒരേ ലെവലിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവീക സാന്നിധ്യം വീഴ്ചകൾ വരുമ്പോൾ മനുഷ്യൻ തിരിച്ചറിയുവാനും അവൻ്റെ ഉയർച്ചയിൽ അവൻ അഹങ്കരിക്കാതെ പോകുവാനും അവൻ സൃഷ്ടാവിൽ അഭയം പ്രാപിക്കുവാനും വേണ്ടിയാണ് എന്ന് ഈ വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനമൊക്കെ ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിലെയും ഇതിലെയും പാഞ്ഞു നടക്കുന്ന നമ്മൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും കഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ട് എന്നും തകർച്ചയാണ്, നാശമാണ്, പരാജയമാണ് എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ എല്ലാ ടോക്കുകളിലും പറയാറുണ്ട്, നിങ്ങൾ ഓർക്കുക, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തി അവൻ പൂർണ്ണതയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവൻ്റെ അഭീഷ്ടങ്ങളെക്കാൾ ഉപരി അവൻ ദൈവിക സാന്നിധ്യത്തിന് വില കൊടുക്കുന്നുവെങ്കിൽ, ഭൂമി താൽക്കാലിക ഒരു ജീവിത മാനദണ്ഡം മാത്രമാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഇതിനപ്പുറത്തുള്ള ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിക്ക് വിലപ്പെട്ടതെന്ന് അവൻ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഓർക്കുക, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പരാജയങ്ങളുടെ മേലും തകർച്ചകളുടെ മേലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവും. അതവനെ ഈ ഭൂമിയിൽ നിലനിർത്തുവാനും ശക്തനായി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പ്രേരണയ്ക്ക് കാരണമാകും. അതില്ലാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൽ പൂർണ്ണതയില്ലായ്മ തന്നെയാണ്. അവൻ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്നവനും ദൈവത്തിലെ കുറ്റം കണ്ടെത്തി വിധിക്കാൻ നിൽക്കുന്നവനുമായി തീരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു വിധികർത്താവായി നമ്മൾ പോകണ്ട എന്നൊരു ക്രിസ്ത്യാനിക്ക് ബോധ്യം കൊടുക്കുന്ന വചനമാണ് ഈ 1 കൊറോന്തിയോസിലുള്ള ഈ വചനഭാഗം. കാരണം ദൈവത്തിൽ മനുഷ്യൻ ആശ്രയം വയ്ക്കാനും സൃഷ്ടാവിനെ മനുഷ്യൻ ബഹുമാനിക്കാനും സൃഷ്ടിയാണെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകുവാനും മുന്നോട്ടുള്ള ജീവിതം നമുക്ക് ദൈവത്തിൻ്റെ കൂടെ പോകേണ്ടതാണെന്നുള്ള ചിന്തകൾ നമ്മളിൽ വിലയിരുത്തുവാനും വേണ്ടിയാണ് നാശവും നന്മയും ഒരേ ലെവലിൽ ദൈവം ഈ ഭൂമിയിൽ തീർത്തിരിക്കുന്നത് എന്ന ബോധ്യം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വചനം തന്നിരിക്കുന്നത്. നമ്മൾ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, എത്ര സമയം നമ്മൾ ഇങ്ങനെയൊരു വചനമെടുത്ത് വിലയിരുത്തി ചിന്തിച്ചിട്ടുണ്ടാവും. ഈ വചനം വിലയിരുത്തി ചിന്തിക്കുന്നവനെല്ലാം നാശത്തെയും നന്മയെയും ഭൂമിയുടെ നിലനിൽപ്പിനെയും ലോകത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കാൻ കഴിയുന്ന ഒരു വചനഭാഗമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയേലും ഇങ്ങനെ ഒരു വചനഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെടുത്തൊന്ന് വായിച്ച് സ്വയം വിലയിരുത്തി നോക്കുക. വിലയിരുത്തുമ്പോൾ മനുഷ്യൻ എവിടെയാണ് പരാജയം സംഭവിക്കുന്നത്, മനുഷ്യൻ എവിടെയാണ് മനുഷ്യൻ അല്ലാതായി തീരുന്നത്, മനുഷ്യൻ എവിടെയാണ് സൃഷ്ടാവിനെ ഉപേക്ഷിക്കുന്നത്, സൃഷ്ടിക്ക് അമിതമായ അധികാരവും പ്രാതിനിധ്യവും വന്നാൽ മനുഷ്യൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താകും എന്ന് നമ്മൾ ചിന്തിക്കണം. അതല്ലായിരുന്നു എങ്കിൽ ആദിമാതാപിതാക്കൾ മുതൽ ഭൂമിയിലേക്ക് ദൈവം വിട്ടപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചവരായി തീരണമായിരുന്നു മനുഷ്യകുലം. അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായും നാശത്തിനൊപ്പം നന്മയും നന്മയ്ക്കൊപ്പം നാശവും ഈ ഭൂമിയിൽ സംജാതമാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസ്ഥയില്ലെങ്കിൽ ഏത് ക്രിസ്ത്യാനി തമ്പുരാനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സൃഷ്ടാവിനെ ഓർക്കാനും സമയം കണ്ടെത്തും? സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനത്തെ ഒന്ന് വിലയിരുത്തണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.